വെൽക്കം ബാക്ക് ടു സിസ് മാർക്കറ്റേഴ്സ്. സിസ് മാർക്കറ്റേഴ്സിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടറിലേക്ക് കടന്നു വരുന്ന, അതായത് 2026 ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടറിലേക്ക് AI ഒക്കെ പഠിക്കാനായിട്ട് കടന്നു വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ, മുമ്പ് കാലങ്ങളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടതുപോലെ അല്ല ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ഇപ്പോൾ അറിയാം. പക്ഷേ തുടക്കക്കാരൻ എപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ്. എല്ലാവരും ഫേസ്ബുക്ക് ആഡ് ചെയ്യുന്നതിനെ പറ്റിയും ഗൂഗിൾ ആഡ് ചെയ്യുന്നതിനെ പറ്റിയും SEO ചെയ്യുന്നതിനെ പറ്റിയും വീഡിയോ ആഡ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു സ്റ്റാർട്ട് കിട്ടുന്നില്ല, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾ ഇതുപോലെയുള്ളൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കൃത്യമായി ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുണ്ടെങ്കിലും വീഡിയോയിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. നിങ്ങളൊരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും വീഡിയോ മിസ് ചെയ്യരുത്. നമ്മുടെ ആദ്യത്തെ പോയിൻ്റ് എന്താണെന്നറിയാമോ? ഡിജിറ്റൽ മാർക്കറ്റിങ്ങും AIയും എന്താണ് ചെയ്യുക? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടറിൽ ഇതെങ്ങനെയാണ് കണക്റ്റ് ആവുന്നതെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം എന്താണ്? ജനറലി നമ്മുടെ ബിസിനസ്സിലേക്ക് ട്രാഫിക് കൊണ്ടുവരിക, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരിക, അതുപോലെ തന്നെ കൺവേർഷൻ ഉണ്ടാക്കുക. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് എൻക്വയറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അയാൾ വാങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ റീറ്റെയിൻ ചെയ്യുക. ഇതുപോലെയുള്ള ചില കാര്യങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ സാധാരണ രീതിയിൽ നമ്മളെല്ലാം ചെയ്യുന്നത്. പണ്ട് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലും ഇത് തന്നെയാണ് നടന്നിരുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ ഹെൽപ്പോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയി മാറി. അവിടെ AI കടന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ കോണ്ടന്റ് ക്രിയേഷനും അതുപോലെ തന്നെ ഓട്ടോമേഷൻസും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സപ്പോർട്ടുമെല്ലാം AI ടൂൾസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. മുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും ട്രാഫിക്കും കൺവേർഷനും റിട്ടൻഷനും ഒക്കെ ചെയ്യുന്നതിന് നമ്മൾ മാനുവലി ചെയ്തിരുന്ന കുറേ ആക്ടിവിറ്റീസിനെ AIയുടെ സപ്പോർട്ടോടുകൂടി ഇപ്പോൾ നമുക്ക് കുറേയൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് ശരിക്കും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെർഫോം ചെയ്യുന്നത്. ഇനി ഒരു തുടക്കക്കാരൻ എപ്പോഴും സംശയമുള്ള എന്താണ്? പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? ശമ്പളം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സെക്ടർ പഠിച്ചാൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ സാധിക്കുക? പൈസ ഉണ്ടാക്കുന്നത് 2 വഴിയിലൂടെയാണ്. ഒരുപാട് വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 വഴി എന്ന് പറയുന്നത്, ഒന്ന് സ്വന്തമായി എന്തെങ്കിലും ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ. രണ്ടാമത്തെ കാര്യം ഒരു ജോലിക്ക് പോവുക എന്നുള്ളതാണ്. ജോലിക്ക് പോകുമ്പോൾ ഏതൊക്കെ മേഖലയിൽ ജോലി കിട്ടുമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുക. എന്നാൽ അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുവഴിയെല്ലാമാണ് നമ്മളുടെ സ്കില്ല്, നമ്മൾ ഈ പഠിച്ചെടുക്കുന്ന കഴിവുകളെ നമ്മൾ സെല്ല് ചെയ്ത്, അതായത് മോണിറ്റൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കുക. അപ്പോൾ തുടക്കക്കാരായ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. AI എന്ന് പറയുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്കിതിൽ നിന്ന് പൈസ കിട്ടാൻ പോകുന്നത് ഒന്നെങ്കിൽ ജോലി ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം ഒരു സർവീസായി ചെയ്തോ ആയിരിക്കും. ഇത്രയും മാത്രമാണ് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടറിലേക്ക് വരുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ കയറി അങ്ങ് പഠിക്കരുത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ ഇത് ശരിക്കും 1 വർഷമോ 2 വർഷമോ ഒക്കെ നീണ്ടു നിൽക്കുന്നൊരു മേഖലയാണ്. പഠനത്തിൽ തന്നെ എപ്പോഴാണ് നമ്മളൊരു നല്ല എക്സ്പെർട്ടായി മാറുന്നത്? പക്ഷേ നമുക്ക് മുന്നിൽ 3 മാസത്തെയും 6 മാസത്തെയും ഒക്കെ കോഴ്സുകളാണുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്പെഷ്യലൈസ്ഡ് സ്കിൽഡ് പേഴ്സൺ ആവുക? അതിന് ഞാൻ ചില ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ, നിങ്ങളൊരു ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും നിങ്ങളത് മുഴുവനായി പഠിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കിൽ ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കാനായിരിക്കണം. ഏതെങ്കിലും ഒരു സ്കില്ലിൽ നിങ്ങളൊരു 30 ഡേയ്സ് ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു AI കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾ പഠിക്കുക. അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് AI കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ഈ AI കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകളെ പറ്റിയും അവരുപയോഗിക്കുന്ന മെത്തേഡ്സിനെ പറ്റിയും ഒക്കെ പഠിക്കും. നമ്മളെപ്പോഴും നമ്മളൊരു കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സൈഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ ടൂൾസാണ്, അതിലേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ട് അതുവഴി നമ്മൾ പല രീതിയിലും ഇത് ചെയ്ത് പഠിക്കുന്നു. ഇങ്ങനെ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ 30 ഡേയ്സോ 15 ഡേയ്സോ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഓരോരോ സ്കില്ലുകൾ നിങ്ങൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ പഠനത്തിൻ്റെ വഴിയിൽ തന്നെ നടന്നോട്ടെ. പക്ഷേ ഈ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കരിയറിനകത്ത് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റർ ഫോക്കസ്ഡ് ഓൺ AI കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഇൻ
AI കോണ്ടന്റ് ക്രിയേഷൻ, അതല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഇൻ ഗൂഗിൾ ആഡ്സ്, സ്പെഷ്യലൈസ്ഡ് ഇൻ മെറ്റ ആഡ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവിടെ എന്ത് പറയാൻ പറ്റും? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, അതിൽ ഞാൻ ഈ ഒരു കാര്യമാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ ഞാൻ ഈ 3 മാസത്തെ കോഴ്സോ 6 മാസത്തെ കോഴ്സോ പഠിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പോയിട്ട് ഞാൻ ജോലി ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞാണെന്ന് പറയുന്നത് ഓൾഡ് മെത്തേഡാണ്. നമ്മൾ പണ്ടൊരു ഡിഗ്രിക്ക് പോയിട്ട് നമ്മൾ ഒരിടത്ത് ജോലിക്ക് കയറുന്ന പോലെയാണ്. എല്ലാവരും പറയുന്നുണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേണ്ടതെന്ന്. പക്ഷേ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേണ്ടതെന്നും പറഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വന്നിട്ട് അത് ഒരു പേപ്പർ കോഴ്സായിട്ട് മാത്രം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുക എന്ന് പറയുന്നത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സപ്പോർട്ടുകളാണ് എല്ലാവരും നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഏത് ടൂൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഈ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് ഇറങ്ങാനാണ് നിങ്ങളെ സഹായിക്കുന്നത്. അതിലേതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന മേഖല ആയിക്കോട്ടെ. ഇപ്പം സോഷ്യൽ മീഡിയ മനസ്സിലാവുന്ന ഒരാൾക്ക് ഏകദേശം എല്ലാവർക്കും സോഷ്യൽ മീഡിയ മനസ്സിലാവും. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ SEO മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ SEOയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അവരത് ഫോക്കസ് ചെയ്യട്ടെ. എൻ്റെ ഫ്രണ്ട് SEO ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും SEO പഠിച്ചേക്കാം. എൻ്റെ ചേട്ടൻ പറഞ്ഞു SEOയിൽ ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ SEO പഠിച്ചേക്കാം. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കൊരു SEO എക്സ്പെർട്ട് ആവാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ഇതിനകത്തുനിന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുന്ന ഒരു സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മേഖല നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് ചെയ്യുക. അതിനകത്ത് AI കോണ്ടന്റ് ക്രിയേഷനും വീഡിയോ എഡിറ്റിംഗ് പോലും ഇന്ന് നമുക്ക് ഈ ഒരു സെക്ടറിൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റ് പ്രധാനമായിട്ട് ഓർക്കുക, നിങ്ങളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നിങ്ങളായി ഒരു സ്കില്ല് കണ്ടെത്തി ഇതിനകത്ത് അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ തേർഡ് പോയിന്റ് എന്താണെന്നറിയോ? മാർക്കറ്റിംഗ് സൈക്കോളജി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ വർക്ക് നമ്മൾ ആരെങ്കിലും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയും, ഞാൻ മെറ്റ ആഡ്സ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഗൂഗിൾ ആഡ് ചെയ്യുന്ന ആളാണെന്ന് പറയും. പക്ഷേ ഈ മാർക്കറ്റിംഗ് സൈക്കോളജി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് എവിടെയും പഠിക്കുന്നതല്ല, നമ്മുടെ ഒബ്സർവേഷൻസിലൂടെയൊക്കെ നമ്മൾ കണ്ടെത്തുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്നതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് സൈക്കോളജി അറിയുക എന്നുള്ളത്. ഒരു പ്രോഡക്റ്റ് ഒരാളെ എന്ത് കാണിച്ചാൽ അയാളത് വാങ്ങും, എന്ത് ചെയ്താലായിരിക്കും, എന്ത് ടൈപ്പ് ക്യാപ്ഷൻസ് കൊടുത്താലായിരിക്കും, എങ്ങനെയുള്ളൊരു പരസ്യം ചെയ്താലായിരിക്കും എൻ്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ കസ്റ്റമേഴ്സ് ഇത് വാങ്ങുക എന്നൊന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ്, അത് പതിയെ നമ്മൾ റിസർച്ചിലൂടെയും നമ്മളുടെ കണ്ടെത്തലുകളാണ് ഈ മാർക്കറ്റിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ ഒബ്സർവേഷൻസ് ആണ്. പല ബ്രാൻഡുകളും കോമ്പറ്റീറ്റേഴ്സും ഒക്കെ എങ്ങനെയൊക്കെയാണ് പരസ്യങ്ങൾ ചെയ്യുന്നത്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അവരുടെ പരസ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, അവരിലേക്കൊരു കസ്റ്റമർ ജേണി എങ്ങനെയാണ് നടക്കുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിംഗ് സൈക്കോളജി മനസ്സിലാക്കുക. ഒരു യൂസർ എങ്ങനെയാണ് ഒരാൾക്ക് കസ്റ്റമറായി വരുന്നതെന്ന്. 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ആണോ ഒരാൾ വരുന്നത്? ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് എങ്ങനെയായിരിക്കും ഒരാൾ കൺവേർട്ട് ആയത്? അതിനെപ്പറ്റിയുള്ളൊരു കേസ് സ്റ്റഡീസൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. വെറുതെ ഇരിക്കുമ്പോൾ ബ്ലോഗുകളൊക്കെ വായിക്കുക. ഒരുപാട് കേസ് സ്റ്റഡികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലയൻറ്റിനെ കിട്ടിയാൽ ആ ക്ലയൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡീസൊക്കെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ മാർക്കറ്റിംഗ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സും ബ്ലോഗുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ വാങ്ങി നിങ്ങൾ വായിക്കുക. ഇത് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു സ്ഥലത്ത് ഒരു കമ്പനിക്ക് റിസൾട്ട് കൊടുക്കേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്ന് വരുമ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയാൾക്ക് ഈ മാർക്കറ്റിംഗ് സൈക്കോളജി അറിയത്തില്ല എന്നുള്ളതാണ്. ആ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള ചില ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നാലാമത്തെ ഒരു കാര്യം, എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, AI ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ്സിൽ സ്റ്റാഫിനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കട്ടെ, സ്റ്റാഫിനെയൊക്കെ കുറച്ചേക്കട്ടെ, AI ഉപയോഗിച്ച് നമുക്കിതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്താലോ എന്ന്. AI ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ് ഈ AI എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാതെ AI തന്നെ ഇരുന്നങ്ങ് തീരുമാനിച്ച് നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി തരുത്തൊന്നുമില്ല. അപ്പോൾ ഒരു AI പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, AI പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്. ഞാൻ മുകളിൽ പറഞ്ഞ മാർക്കറ്റിംഗ് സൈക്കോളജിയും അതിനകത്ത് ഏത് AI ടൂളായിരിക്കും പ്രോപ്പർലി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതിന് ശരിക്കും ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ തന്നെ വേണം. ഈ മാർക്കറ്റിംഗ് പേഴ്സൺ ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾക്ക് പറഞ്ഞു വിടാം. പക്ഷേ ഈ ടൂൾ ഉപയോഗിക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചാൽ നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ, ഇന്ന് 10 പേര് ചെയ്യുന്ന കാര്യം ഈ ഒരു ടൂൾ ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റാക്കി
ഈസി ആയിട്ട് ചെയ്യാൻ, നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു AI എംപ്ലോയി നിങ്ങൾക്കുള്ളത് നല്ലതാണ്. AI ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു എംപ്ലോയി. അപ്പോൾ AI പൂർണ്ണമായും AI എല്ലാം ചെയ്യുമെന്നും വിചാരിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കരുത്. AI ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെയും ഇത് ചെയ്യുന്ന ഈ AI ടൂൾസിനെ കോൺഫിഗർ ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരുന്ന ഒരാളുണ്ടാവണം. അപ്പോൾ AI ടൂൾസ് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾ, മാർക്കറ്റിംഗ് സൈക്കോളജി അറിയാവുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളാവാനാണ് എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധിക്കും? ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കോൺഫിഗർ ചെയ്ത് കൃത്യമായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രം നിങ്ങൾക്ക് അവിടെ ജോലി സ്ഥിരതയുണ്ടാവും. അല്ലാത്ത ആളുകൾക്ക് ഉറപ്പായിട്ടും പണി പോകും. എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല, ഞങ്ങൾ അപ്ഡേറ്റ് ആവണം, ഞാൻ AI പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിക്കുന്നത് 4 യൂട്യൂബ് വീഡിയോ കണ്ടതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. അത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. നമ്മുടെ 5th പോയിന്റ് എന്താണെന്നറിയാമോ? നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലരും പറയുന്നത് എന്താണെന്നറിയാം, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടുന്നില്ല, ഇൻറ്റേൺഷിപ്പ് കിട്ടി പക്ഷേ എന്നെ അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല, എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എനിക്ക് ആരെങ്കിലും ഒരു ജോലി തരൂ എന്നുള്ളൊരു റിക്വസ്റ്റുമായിട്ട് ഇവരെല്ലായിടത്തും ഓടി നടക്കുകയാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇന്ന് നമ്മൾ കാണുന്ന പല കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഈ മേഖലയിലേക്ക് വന്നവരല്ല. നമ്മൾ കാണുന്ന പല യൂട്യൂബേഴ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഈ മേഖലയിലേക്ക് വന്നവരല്ല. പല വീട്ടമ്മമാരും വീട്ടിലിരുന്നു കൊണ്ട് പല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പൈസ സമ്പാദിക്കുന്നത് അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോയിട്ടല്ല. ഇവരെല്ലാവരുടെയും ആവശ്യം എന്തായിരുന്നു അറിയാമോ? അവരൊരു ആവശ്യക്കാരനായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള അവരുടെ ആവശ്യം മാത്രമാണ്. പ്ലാറ്റ്ഫോം ഫ്രീ ആയിരുന്നു. പലരും വീഡിയോ ഒക്കെ വെറുതെ ചെയ്തു തുടങ്ങി. അങ്ങനെ വീഡിയോ ചെയ്തു തുടങ്ങിയ പല ആളുകളുമാണ് ഇന്ന് നമുക്ക് മുന്നിൽ കാണുന്ന ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്. അതുപോലെ ഓരോ ആളുകളും ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങളെപ്പറ്റി എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ച് കഴിഞ്ഞ ആളുകളായ നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഇൻസ്റ്റഗ്രാം പേജോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലോ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഇത് ക്യാമറ ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ AI ടൂൾസ് ഉപയോഗിച്ചൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിലും പോട്ടെ, പൈസ മുടക്കാണ്. നമുക്ക് വെറുതെ ഒരു ബ്ലോഗ് എഴുതി തുടങ്ങാമെന്നുള്ള രീതിയിൽ ആ ബ്ലോഗിലേക്ക് കുറച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് എഴുതാനുള്ള സ്കില്ലെങ്കിലും ഡെവലപ്പ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. എന്തെങ്കിലും ഒരു സ്വന്തമായ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുമ്പോൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അത് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവുക. പിന്നെ നിങ്ങൾ വീഡിയോ കോണ്ടൻറ്റ്സ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ റിസർച്ചിലുള്ള ഈ മേഖലയാവണ്ട ഏതെങ്കിലും സെക്ടറിലായിക്കോട്ടെ, ഫാഷൻ, ബ്യൂട്ടി, ഹെൽത്ത്, നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു സബ്ജക്റ്റിനെ പറ്റി, ഗെയിംസ്, എന്തും ആയിക്കോട്ടെ, അതിനെപ്പറ്റി നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്, ഫേസ്ലെസ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം, ടിപ്സ് മാത്രം പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ റീലായിട്ടെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ആ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെക്ടറിലേക്ക് വരുന്ന നിങ്ങൾക്ക് ഒരു ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ കാര്യം അറിയാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് നിങ്ങൾ പഠിച്ചതിനെക്കാട്ടിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെക്കാട്ടിലും ഈ പറയുന്ന നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു പ്ലാറ്റ്ഫോം. അതൊരു യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ ടിക്ടോക്കോ വാട്ടെവർ അതായിക്കോട്ടെ, പക്ഷേ അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ ഈ ഒരു കാര്യവും കൂടെ മൈൻഡിൽ വെക്കുക. എനിക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് ചെയ്തു തുടങ്ങുക. അതിൻ്റെ പെർഫെക്ഷൻ നിങ്ങൾ നോക്കണ്ട. മറ്റുള്ളവർ ഭയങ്കര ഹൈ ക്വാളിറ്റി ക്യാമറയിൽ ഹൈ ക്വാളിറ്റി ഓഡിയോയിൽ ചെയ്ത് അത് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ചെയ്തു തുടങ്ങിയതിന് ശേഷം പതിയെ നിങ്ങൾക്ക് അതിൻ്റെ പോരായ്മകൾ നിങ്ങൾ തന്നെ പരിഹരിക്കും. നമ്മളെല്ലാവരും കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എത്ര നാളത്തെ പരിശ്രമത്തിന് ശേഷമാണെന്നറിയോ സ്വന്തമായി ഒരു ക്യാമറയിൽ വീഡിയോ കറക്റ്റ് ചെയ്യുന്നതും അത് എഡിറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നതും അതിന് സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഏതൊക്കെ മൈക്ക് വാങ്ങണം. ആദ്യം 1000 രൂപയുടെ മൈക്ക് വാങ്ങി, പിന്നെ അടുത്ത സ്റ്റേജിലായപ്പോൾ ഈ ക്വാളിറ്റി പോരാന്ന് പറഞ്ഞ് വീണ്ടും പൈസ നമ്മൾ ഒപ്പിച്ചിട്ട് വീണ്ടും അടുത്ത മൈക്ക് വാങ്ങി. അങ്ങനെ ഓരോ രീതിയിലും പലതും ക്രിയേറ്റ് ചെയ്തും പരിശ്രമിച്ചുമൊക്കെ തന്നെയാണ് ഇങ്ങനെ എത്തുന്നത്. അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ യൂസ്ഫുൾ ആവും. പിന്നെ ഈ ഒരു സെക്ടറിലേക്ക് കടന്നു വരുന്ന ആളുകൾ ബേസിക്കലി പഠിച്ചെടുക്കേണ്ട കുറച്ച് ടൂൾസൊക്കെ ഉണ്ട്. വെരി ബേസിക് നോളജാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴും പല ആളുകൾക്കും ഗൂഗിൾ ഷീറ്റും ഗൂഗിൾ ഡോക്സും ഗൂഗിൾ ഫോംസും എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോഴും പലരും MS ഓഫീസ്, എക്സലും ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇത് കൊളാബറേറ്റ് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ ഒരു ലിങ്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്നോ അറിയത്തില്ല.
ഒരുപാട് ആളുകൾക്കും ഇപ്പോൾ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടെങ്കിലും ഡൊമൈനും ഹോസ്റ്റിങ്ങും എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല. സ്വന്തമായി ഒരു ബിസിനസ്സിന് എന്തിനാണ് ഡൊമൈൻ ഹോസ്റ്റിംഗ് എന്നുള്ളത് അറിയത്തില്ല. അപ്പം അതുപോലെ തന്നെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ഇപ്പോഴും ഫോട്ടോഷോപ്പ് തന്നെ വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. ഫോട്ടോഷോപ്പ് വെച്ചൊക്കെ വലിയ വലിയ ക്വാളിറ്റിയുള്ള ഡിസൈനേഴ്സ് ചെയ്തോട്ടെ. ഇന്ന് നമ്മുടെ ഒരു ബിസിനസ്സിന് വേണ്ടി ചെറിയൊരു പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതിലേറ്റവും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇന്നത്തെ പ്ലാറ്റ്ഫോം എല്ലാ മാർക്കറ്റേഴ്സും എല്ലാവരും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ക്യാൻവയാണ്. ഫ്രീ ടു യൂസ് ആണ്. ക്യാൻവ ഉപയോഗിച്ച് കുഞ്ഞു പിള്ളേർ പോലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചില ടൂൾസൊക്കെ ഡിജിറ്റലി നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഒരു പഠനം ഒരു സൈഡിലൂടെ നടക്കുമ്പോൾ ഈ പറയുന്ന ചെറുകിട കാര്യങ്ങൾ, എനിക്ക് ഗൂഗിൾ ഫോം ഉപയോഗിക്കാൻ അറിയില്ല, അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ പോയിരുന്നിട്ട് നമുക്കിത് അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് നാണക്കേടാണ്. അപ്പോൾ നമ്മളിത് പറയത്തില്ല. അത് പറയാതെ നമ്മളിത് ഉള്ളിലൊതുക്കി വെക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇതെനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പഠിക്കാൻ വന്നിട്ടുള്ള ഭൂരിഭാഗം സ്റ്റുഡൻസും ബിഗിനേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചെറിയ സംശയങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ .com എന്തിനാണ്, .in എന്തിനാണ്, .com അല്ലാതെ മറ്റെന്തെങ്കിലും വാങ്ങിയാലും മതിയോ, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ചെറിയ ബാലിശമായ ചോദ്യങ്ങളായിരിക്കും. ഗൂഗിളിൻ്റെ ബ്രൗസറിൽ പോയിട്ട് HTTPS കോഡും അടിച്ച് അല്ലെങ്കിൽ URL അടിച്ച് സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. ഡയറക്റ്റ് ബ്രൗസറിൽ ചെയ്യാതെ ഗൂഗിൾ ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്നവരുണ്ട്. അതവരുടെ തെറ്റല്ല, അവരുടെ നോളജിൻ്റെ കുറവാണ്. ഇതിനെ കറക്റ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പലർക്കും ഉണ്ടാകാം. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യുക. എല്ലാവരും എക്സ്പേർട്സ് ഒന്നുമല്ല, ഡിജിറ്റൽ എക്സ്പേർട്സ് ഒന്നുമല്ല. ഡിജിറ്റൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ അവർ ആ വഴി കണ്ടെത്തി അങ്ങ് പൊക്കോളും. മറ്റുള്ളവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചില കാര്യങ്ങളും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്കത് അറിയത്തില്ല എങ്കിൽ അത് നിങ്ങൾ പറയുക. നിങ്ങൾ അത്രയും ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ പറയുക. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കാണുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വലിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. യൂട്യൂബിൽ എനിക്ക് വോയിസ് റിപ്ലൈ തരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വോയിസ് റിപ്ലൈ അവിടെ തരാം കേട്ടോ. നമ്മുടെ 7th പോയിന്റ് എന്താണെന്നറിയോ? നിങ്ങൾ എന്തൊരു കോണ്ടൻസോ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിന് വേണ്ടി. അപ്പോൾ നിങ്ങളിത് പബ്ലിഷിംഗ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന എല്ലാ യൂട്യൂബ് ചാനൽസ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാം കയറി വന്നത് എങ്ങനെയാണെന്നറിയോ? ഇവർ രാവിലെ മുതൽ ഇരുന്ന് മുടങ്ങാതിരുന്ന് കണ്ടന്റ് ഇടും. ഇത് അറിഞ്ഞിട്ടൊന്നും ചെയ്തൊന്നും അല്ല, പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവർക്ക് വേണ്ടി പണിയെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പം നിങ്ങളുടെ ഒരു കോണ്ടന്റും കാര്യങ്ങളും ഒക്കെ കയറി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെക്കാട്ടിലും ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ്? വ്യൂവേഴ്സിനെ പിടിച്ചിരുത്താൻ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പ്ലാറ്റ്ഫോമിനെ തൃപ്തിപ്പെടുത്താൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കോണ്ടന്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ദിവസവും കണ്ടന്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച 3 ദിവസം ആഴ്ചയിൽ ആ രീതിയിൽ നിങ്ങൾ കോണ്ടന്റ് ചെയ്യും. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അത് ചെയ്യും. എന്നിട്ട് നിങ്ങൾ പഠിക്കാനോ മറ്റു ജോലിക്കോ പൊക്കോ. 1 മിനിറ്റുള്ള കാര്യം മൊത്തം 3 മിനിറ്റ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് റിസർച്ച് ചെയ്തിട്ട് അതൊരു കോണ്ടന്റ് ആക്കി അങ്ങ് ഇടുക. ട്രൈ ചെയ്ത് നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സ്കില്ലും കൂടെയാണ് എന്ത്? കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം മുടങ്ങാതെ ചെയ്യുക എന്നുള്ള കഴിവ്. ഇനി നമ്മൾ ഈ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു, ഒരു കോഴ്സ് പഠിച്ചെടുത്തു, ഒരു സ്കില്ല് പഠിച്ചെടുത്തു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ആണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നത്? നമുക്കിനി അത് വെച്ച് പൈസ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഈ മോണിറ്റൈസേഷൻ എന്തൊക്കെ പരിപാടികളാണ് ഉള്ളത്? മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ എത്രത്തോളം എമൗണ്ട് കിട്ടും? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം? ഡ്രോപ്പ് ഷിപ്പിംഗ് എങ്ങനെ ചെയ്യാം? സ്വന്തമായ ഒരു സാധനം വാങ്ങി നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം? ഒരു ജോലിക്ക് പോയിട്ട് എങ്ങനെ ചെയ്യാം? റെഫറൽ ബിസിനസ് എങ്ങനെ ചെയ്യും? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേതൊക്കെയാണെന്ന്, അപ്പോൾ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, ഫ്രീലാൻസിങ് ഫൈവർ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ പോയി നമ്മൾ ഫ്രീലാൻസിങ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, ഇതിനെപ്പറ്റിയുള്ള റിസർച്ച് ആയിരിക്കണം അടുത്തത്. കാരണം ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എത്ര രൂപ വരുമാനം കിട്ടും? നമുക്ക് വേണ്ടത് മാസം ഒരു 50,000 രൂപ. യൂട്യൂബിൽ എന്നും വീഡിയോ ഇട്ടിട്ട് നാളെ 50,000 കിട്ടും എന്ന് വിചാരിച്ചിരുന്നാൽ അത് മിസ്റ്റേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു സ്റ്റേബിൾ റവന്യൂ ആണ് വേണ്ടത്. അത് കൂടാതെ വരുന്ന മറ്റ് റവന്യൂസാണ് പാസീവ് ഇൻകംസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ പാസീവ് ഇൻകം ഒരു പക്ഷേ ഭയങ്കരമായി കൂടുതലായിട്ടും വരാം, ഒന്നുമില്ലാതെയും വരാം. ചില ആളുകൾക്ക് ഭയങ്കര റവന്യൂ വരുന്നുണ്ടാവാം, പാസീവ് ഇൻകം. അപ്പോൾ അത് അവരുടെ കോണ്ടൻറ്റ് സ്ട്രാറ്റജിയും അവരുടെ സ്കില്ലും അവരുടെ പ്രസൻറ്റേഷൻ സ്കില്ലും ഒക്കെ വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരാൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? അയാൾ പഠിച്ച ഉദ്ദേശം എന്താണോ, അയാളുടെ ഐഡിയ ഒരിക്കലും, അയാളുടെ ഫോക്കസ് മാറിപ്പോരുത്. അയാൾ ഒരു ജോലിക്ക് പോകാനാണ് ഉദ്ദേശിച്ചെങ്കിൽ അയാൾ ജോലിക്ക് പൊക്കോളൂ. പക്ഷെ അതിനോടൊപ്പം തന്നെ അയാൾ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക.
അപ്പോൾ ഈ പാസീവ് ഇൻകം സൈഡായിട്ട് നോക്കുക, അത് ആദ്യമൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇയാൾ ജോലിക്ക് പോകുന്നതിൽ അയാൾക്കൊരു സ്റ്റേബിൾ റവന്യൂവും സൈഡിലൂടെ ഒരു പാസീവ് ഇൻകവും കിട്ടുന്നുണ്ടാവും. ഇത് പതിയെ പതിയെ ഇയാൾക്ക് ഇതിൻ്റെ ഒരു ഈ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് വേ മനസ്സിലാവും. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ ജോലി പോകാം, ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഇതിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന് യൂട്യൂബ് ചാനൽസൊക്കെ തുടങ്ങി ഒരുപാട് ആളുകളെ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്തത്, അവരവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവരിപ്പോൾ ഫുൾ ടൈം യൂട്യൂബേഴ്സൊക്കെ ആയിട്ടൊക്കെ മാറിയിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിനെ പറ്റിയും മറ്റു വീഡിയോകളെ പറ്റിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു സ്റ്റേബിൾ റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോച്ചിങ് ബിസിനസ്സാണ്. അല്ലാതെ യൂട്യൂബിൽ നിന്നുള്ള ഒരു വരുമാനം നോക്കി എനിക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങളുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുകയോ നിങ്ങൾ ജോലിക്ക് പോവുകയോ ചെയ്യുക. പാസീവ് ഇൻകം ആവശ്യമെങ്കിൽ സൈഡിലൂടെ ഓരോന്ന് ചെയ്തു തുടങ്ങുക. ഓക്കെ, നമ്മുടെ 9th സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പഠിക്കാനായിട്ട്. തനിയെ പഠിച്ചു വരാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും, പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ അറൗണ്ട് ഒരു 3-4 വർഷം ഇതിൻ്റെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കുറേയെങ്കിലും കാര്യങ്ങൾ കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ചെയ്യാനും ഒക്കെ സാധിച്ചത്. അത് പല കാര്യങ്ങളിലും നമുക്ക് വീഴ്ചകളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ചോദിക്കാനൊക്കെ അധികം ആളുകൾ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ തന്നെ ഒരുപാട് മെൻറ്റേഴ്സ്, കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ തുടങ്ങിയ കമ്മ്യൂണിറ്റി സ്വിസ് മാർക്കറ്റേഴ്സിൻ്റെ, ഫ്രഷേഴ്സിൻ്റെയും പ്രീമിയം ക്ലബിൻ്റെയും ഒക്കെ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ, തുടക്കക്കാരായ ആളുകൾക്ക് വളരെ ചെറിയ ചോദ്യങ്ങളൊക്കെയാണെന്നേ. ഇത് ചോദിക്കാനൊരു സ്ഥലം പെട്ടെന്ന് ക്ലിയർ ചെയ്യുക, ഇല്ലെങ്കിൽ ഇവർ ഗൂഗിൾ ചെയ്തും സ്വന്തമായി കണ്ടെത്തി വരുമ്പോൾ സമയമെടുക്കും. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചൊരു ഫൈൻഡ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ, അപ്പം അവരുടെ ജേണി കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുക. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം 10 മാസം കൊണ്ട് എത്തിച്ചേരേണ്ട ഒരു കാര്യം സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ ഒരു ചിലപ്പോൾ 1 മാസം കൊണ്ട് എത്തിച്ചേരാൻ പറ്റും. കാരണം കുറേ റിസോഴ്സസും ഹെൽപ്പിംഗ് ഹാൻഡ്സും നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പൈസ മുടക്കുക തന്നെ വേണം. എപ്പോഴും ഫ്രീ റിസോഴ്സസിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒരേ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സമയം. അത് 1 മാസം കൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട നിങ്ങളുടെ റിസൾട്ടിനെ 10 മാസം കൊണ്ടായിരിക്കും നിങ്ങൾ അച്ചീവ് ചെയ്യുക. ഇതിനിടയ്ക്ക് പല ബ്രേക്കിംഗ് ബാരിയേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങളിത് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. അതിന് പകരം ഇത് ഫോക്കസ്ഡ് ആയിട്ട് ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയിൽ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഭാഗമാകാനായിട്ട് നോക്കുക. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി പോവുക. അപ്പോൾ നമ്മുടെ 10ാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ അതിലൊരു 2-3 കാര്യങ്ങളെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. നമ്മുടെ 10ാമത്തെ പോയിന്റ് എന്താ പറയുക, നിങ്ങൾ സ്വന്തമായി ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാനൊരു കോഴ്സ് പഠിക്കും, ഞാനൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യും, ഞാൻ റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും, ഞാൻ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് ആക്കും, ഞാൻ അതിൽ ഇന്ന സബ്ജക്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി പറയണമെന്നില്ല, മറ്റേതെങ്കിലും സബ്ജക്റ്റിനെ പറ്റി ഞാൻ റെഗുലറായിട്ട് ഒരു ജോബ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. ഈ പറഞ്ഞതുപോലെ ഓരോരോ കാര്യങ്ങളും നിങ്ങളൊരു റോഡ് മാപ്പ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ റോഡ് മാപ്പിനകത്ത് നിങ്ങളൊരു ടൈം ഡ്യൂറേഷനും വെക്കുക. ആദ്യത്തെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ എന്തൊക്കെയായിരിക്കും ചെയ്യുക, 2 മാസവും 2ാമത്തെ മാസവും 3ാമത്തെ മാസം എന്തൊക്കെയായിരിക്കും ചെയ്യുക, ഈ ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന് ശേഷമാണെങ്കിലും ഒരു സ്ട്രക്ചേർഡ് വേയിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 10ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും പ്രാക്ടിക്കലി ചെയ്യുന്നതാണെങ്കിൽ 10ാമത്തെ പോയിന്റ് എന്താണ്, അത് നമ്മുടെ പ്ലാനിങ് ആണ്, നമ്മുടെ കംപ്ലീറ്റ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷനാണ്. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബിഗിനറായ ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടറിലേക്ക് ഒക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരുന്നു, പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടറിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറയുക. നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്കോ സിസ്റ്റത്തിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നമ്പർ കൊടുത്തേക്കാം, വീഡിയോയിൽ ഞാൻ നമ്പർ എഴുതി കാണിച്ചേക്കാം. നിങ്ങൾക്ക് നമ്മളുടെ സെക്ടറിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്കോ നമ്മുടെ കോഴ്സിലേക്കോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. ബൈ.